നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 36 മുതൽ 39 വരെയുള്ള വേദഭാഗങ്ങൾ ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 36 മുതൽ 39 വരെയുള്ള വേദഭാഗങ്ങൾ. ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചക ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. മതി. ആ വാക്യങ്ങൾക്കായി നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കടിഞ്ഞൂലായ ആണൊക്കെ കർത്താവിന് സമർപ്പിതമായിരിക്കണം എന്ന ദൈവിക ന്യായപ്രമാണം നിവർത്തിക്കേണ്ടുന്നതിന് ശിശുവായിരിക്കുന്ന യേശുവിനെയും കൊണ്ട് മാതാപിതാക്കൾ ദൈവാലയത്തിൽ അർപ്പിപ്പാനും യാഗം കഴിക്കാനും വരുന്ന സമയത്ത് യേശു കർത്താവിനെ തിരിച്ചറിഞ്ഞ 2 പേരെ ലൂക്കോസ് അവിടെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് ശിമയോനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് നാം ധാരാളം കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. എവിടൊക്കെ വാഗ്ദത്തം എന്ന വിഷയം പ്രസംഗിക്കുന്നു അവിടൊക്കെ ശിമയോനും കടന്നു വരാറുണ്ട്. കാരണം കർത്താവായ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് മണ്ണിൽ കണ്ണടയ്ക്കത്തില്ല എന്നൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവം അദ്ദേഹത്തെ ജീവനോടെ വെച്ചേച്ചു. അതുകൊണ്ട് അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അധികം ആരും ശ്രദ്ധിക്കാത്ത മറ്റൊരു വ്യക്തിത്വം അവിടെയുണ്ട്. അത് ഹന്നായാണ്. ഹന്നായെ സംബന്ധിച്ച് തിരുവെഴുത്ത് പറയുന്നു അവളൊരു പ്രവാചകിയാണ്. 2, രാവും പകലും ആരാധിക്കുന്ന സ്വഭാവമുണ്ട്. അടുത്തത് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആലയം വിട്ടുപിരിയാതെ ഹന്ന ഇരിക്കുകയാണ്. 3 ആശയങ്ങൾ ഇന്ന് രാത്രി ഈ യോഗത്തിൽ കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹന്നായുടെ പ്രായം ഈ രാത്രി ഞാൻ ആദ്യം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 വർഷം. അപ്പോൾ നമുക്ക് എൻ്റെ ഒരു ചിന്തയാണ്, വേദപുസ്തകത്തിൽ അതിന് തെളിവില്ല, അത് കൂടുകയോ കുറയുകയോ ചെയ്യാം. 17ാമത്തെ വയസ്സിൽ ഹന്നായുടെ വിവാഹം കഴിഞ്ഞെന്നിരിക്കട്ടെ. 7 വർഷം ഭർത്താവിനോടുകൂടെ ജീവിച്ചു. 17 7 24. നല്ല യൗവനത്തിൽ വിധവയായി മാറി. ഭർത്താവ് മരിച്ചു. അടുത്തത് 84 വർഷം വിധവയായി പാർത്തു. അപ്പം 84 24 കൂടെ കൂട്ടിയാൽ ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ ഹന്നായിക്കൊരു 108 വയസ്സുണ്ട്. ആ 108 വയസ്സുള്ള വന്യവയോധികയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൻ്റെ താളുകളിൽ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഇത്രയേറെ പ്രായം ചെന്നിട്ടും ആരാധന നിർത്തിയിട്ടില്ല. ഇത്രയേറെ പ്രായാധിക്യം എത്തിയിട്ടും ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും യാതൊരു കുറവുമില്ല. ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആലയം വിട്ടു പിരിയാതെ രാവും പകലും ദൈവത്തെ ആരാധിച്ചാഹ്ലാദിക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട മാതാവ്. 3 ചിന്തകളാണ് ഇന്ന് രാത്രി ഞാൻ അവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, കൈമാറാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത്, ജീവിതത്തിലെ തിക്താനുഭവങ്ങളൊന്നും ആ വന്യ മാതാവിനെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റിയില്ല. നിങ്ങൾ ശാന്തമായി ഇന്ന് രാത്രി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. 24ാമത്തെ വയസ്സിൽ യൗവനയുക്തയായിരിക്കുന്ന സമയത്ത് ഭർത്താവിനോടൊരുമിച്ച് മക്കളോടൊരുമിച്ച് ജീവിക്കേണ്ട, ജീവിതത്തിലെ ഭൗതികമായ നന്മകൾ അനുഭവിക്കേണ്ട പ്രായത്തിൽ ഏറ്റവും കുറഞ്ഞത് 24ാമത്തെ വയസ്സിൽ വിധവയായി മാറി. സ്വയം മനസാക്ഷിയോട് ചോദിച്ചുകൂടെ, ഇത്രയൊക്കെ ഭക്തയായി ജീവിച്ചിട്ടും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ദൈവം അനുവദിച്ചു? മറ്റുള്ളവർ അവളുടെ നേരെ വിമർശനത്തിൻ്റെ വിരൽ തുമ്പുകൾ ചൂണ്ടി എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ന്യായയുക്തമായൊരു മറുപടി പറയാൻ കഴിയാതെ തല കുനിച്ചു നിൽക്കേണ്ടി വരുമ്പോഴും
ആ പ്രതിസന്ധികളൊന്നും, ജീവിതത്തിൽ സംഭവിച്ച തിക്താനുഭവങ്ങളൊന്നും ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അവളെ അകറ്റിയില്ല. ഇന്ന് രാത്രി സോണൽ കൺവെൻഷന്റെ പ്രഥമ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഉത്തരമില്ലാത്ത വേദനകളിലൂടെ, ശോധനകളിലൂടെ, നൊമ്പരങ്ങളിലൂടെ എത്ര കുത്തിയിരുന്ന് ചിന്തിച്ചാലും എന്തുകൊണ്ട് എനിക്കെൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നും, മറ്റുള്ളവർ നമ്മെ നോക്കി എന്തുകൊണ്ട് കൊട്ടാനും പാടാനും ചാടാനും തുള്ളാനും അന്യഭാഷ പറയാനും ഒക്കെ നീ പോയിട്ട് നിനക്കിങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ന്യായയുക്തമായൊരു മറുപടി പറയാൻ കഴിയാത്ത മേഖലകളിലും ദൈവവുമായുള്ള ബന്ധത്തിന് വിള്ളൽ വരാതെ ജീവിക്കാൻ ഇന്ന് രാത്രി കഴിഞ്ഞാൽ അതാണ് ദൈവഭക്തിയുടെ തെളിവെന്ന് ഞാൻ വിളിച്ചു പറയുമ്പോൾ ആത്മാവിൽ നിറഞ്ഞു ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? അവരുടെ കരം ഞാനൊന്ന് കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രണ്ട് കൂട്ടരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോ ദൈവത്തെ സംശയിച്ച, ഇത്രയൊക്കെ ഭക്തിയോടെ ജീവിക്കണമോ എന്ന് ഒരു സ്വയശോധനയ്ക്ക് വിധേയരായവരുണ്ട്. 73-ാം സങ്കീർത്തനം വായിക്കേണ്ട. ഈ ദൈവാലയത്തിൽ സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന ആൾ ആസാഫ്. ആസാഫ് മറ്റുള്ളവരെയൊക്കെ നോക്കിയപ്പോഴുണ്ടല്ലോ, അവരുടെ ദേഹമൊക്കെ തടിച്ചുരുണ്ടിരിക്കുകയാണ്, കണ്ണൊക്കെ ഇങ്ങനെ പുഷ്ടി കൊണ്ടുന്നി നിൽക്കുകയാണ്. അവർക്കൊക്കെ സമ്പത്ത് ഇഷ്ടം പോലുണ്ട്, സമ്പത്തിൻ്റെ മടിത്തട്ടിൽ അവർ ജീവിക്കുകയാണ്. എന്നാൽ ഭക്തിയോടെ ജീവിക്കുന്ന, ആത്മിക ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന, ദൈവിക വിഷയത്തിൽ എപ്പോഴും വ്യാപൃതനായ ആസാഫ് പറയുക, ഞാൻ ഇടവിടാതെ ബാധിതനായിരുന്നു. അടുത്തതാണ് എനിക്ക് ഏറ്റവും സങ്കടം. അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. നിങ്ങൾ എത്ര പേരത് ആലോചിച്ചിട്ടുണ്ട്? ദൈവമേ, ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈയെ കഴുകിയിട്ടുണ്ട്. അടുത്തത്, ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു. അർത്ഥം എന്താണെന്നറിയാവോ? എൻ്റെ ഭക്തി ഒരു അഭിനയമായിരുന്നില്ല. നാട്ടുകാരെ കാണിക്കാൻ അവരുടെ മുമ്പിൽ കൈ കഴുകി ഞാനൊരു ഭക്തനാണെന്ന് അഭിനയിക്കുക മാത്രമല്ല, ഞാൻ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നവനുമായിരുന്നു. ഞാൻ അകത്തും പുറത്തും ഭക്തനായിരുന്നു. ഞാൻ അകത്തും പുറത്തും വിശുദ്ധനായിരുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് തൻ്റെ ഇടത്തോടെ സ്തോത്രം ചെയ്ത് പറയാൻ കഴിയും? ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്ന ഒരു വല്ലാത്ത ആത്മീകതയുടെ കാലത്ത് ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് പറയണം, കർത്താവേ, അകത്തും പുറത്തും ഒരുപോലെ ഭക്തനായിരിക്കാൻ ഇന്ന് രാത്രി എനിക്ക് കൃപ തരണമെന്ന് അതരം തുറന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാ. അപ്പൊ ആസാബ് പറയുകയാണ്, ഇത്രയൊക്കെ ഭക്തനായി ജീവിച്ചിട്ട് യാതൊരു ഗുണവുമില്ല. ഞാൻ എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയത്, എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചത് നിരർത്ഥകമാണ്, അതിന് പ്രസക്തി ഒന്നുമില്ല. ഇപ്പം ജീവിതത്തിലുണ്ടായ രോഗങ്ങളുടെ പിറകിൽ ഞാൻ ഉഷസ്സുതോറും ബാധിക്കപ്പെട്ടിരുന്നെന്ന് പറഞ്ഞാൽ ആസാഫിൻ്റെ ശരീരത്തിൽ ഒരു സുഖവും ഉണ്ടായിരുന്നില്ല. രോഗം മാറിയിട്ട് ആസാഫിന് ശുശ്രൂഷ ചെയ്യാൻ കഴിയുന്നില്ല. അത്രമാത്രം ശാരീരിക വ്യഥയിലൂടെ കടന്നുപോയ ആളാണ് ആസാഫ്. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയുകയാകട്ടോ, രോഗം സൗഖ്യമാകുമ്പോൾ തുള്ളിച്ചാടി സ്തോത്രം പറയുന്നത് മാത്രമല്ല ഭക്തി. രോഗക്കിടക്കയിൽ കിടക്കുമ്പോഴും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് പിറുപിറുപ്പില്ലാതെ സ്തോത്രം പറയാൻ കഴിയുന്നതും ആത്മീകതയുടെ ഒരു തലമാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് അതിനുള്ള ദൈവകൃപ എനിക്ക് തരണമെന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതൊരു മേഖലാ കൺവെൻഷൻ ആയതുകൊണ്ട് ഒരു കൂട്ടരെ കൂടെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിയ ഈ നെഗറ്റീവ് പറഞ്ഞവരെ മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് വരാം. 3-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 15 വരെ. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 13 മുതൽ 15 വരെ. നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ, ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പെടുത്ത് നടന്നതിനാലും എന്തു പ്രയോജനമുള്ളൂ?
ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു, ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു, ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന്. ശ്രദ്ധിച്ചേ, അവര് വിചാരിച്ചത് വളഞ്ഞ വഴികളും അധാർമികതയും ഒക്കെ പ്രവർത്തിക്കുന്നവരോട് ദൈവം പെട്ടെന്ന് അങ്ങ് കോപത്തിൽ പ്രതികരിക്കുന്ന. പലപ്പോഴും നമ്മളും ചോദിക്കാറുണ്ട്, എൻ്റെ പാസ്റ്റർ ദൈവം പോലും ഇതൊന്നും അറിയുന്നില്ലേ? ദൈവം പോലും എന്താ പ്രതികരിക്കാത്തതെന്ന് പലപ്പോഴും നമ്മളും ചോദിക്കില്ലേ? അതേ ചോദ്യമാണ് മലാക്കി പ്രവാചകന്റെ കാലത്ത്. ഈ നെഹമ്യാവിന്റെ കാലഘട്ടത്തിലാണല്ലോ മലാക്കി കർത്താവിന്റെ വേല ചെയ്യുന്നത്. ആ ചരിത്രം ഇന്ന് രാത്രി ഇതിനോട് കൂട്ടിവളക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഈ ദൈവഭക്തന്മാർക്ക് കർത്താവ് ഞാനൊരു കാര്യം സ്തോത്രം ചെയ്തു പറയാ, കർത്താവിനെ പരമാർത്ഥതയോടെ സേവിച്ചതുകൊണ്ട് ഇവിടെ നമ്മൾ എന്തായി എന്നതിനപ്പുറത്ത്, എവിടെ നമ്മൾ എന്തു നേടി എന്നതിനപ്പുറത്ത് മലാക്കി പ്രവാചകനിലൂടെ ദൈവം ആ ദൈവദാസന്മാർക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ട്. ഞാൻ ഉണ്ടാക്കുവാനൊരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ നിങ്ങൾ എനിക്കൊരു നിക്ഷേപമായിരിക്കും. അതരം തുറന്നൊന്ന് സ്തോത്രം ചെയ്തു പറ. അന്ന് യഹോവയെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കാണും. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് വിളിച്ചു പറയുന്നു, ഒരു നാൾ നാം നശ്വര ലോകം വെടിയും, അങ്ങേ കരയിൽ എത്തും. നാം നേടിയതെന്തെന്നറിയും. ലോകം വെറുത്താർ വില നാം അന്നാൾ അറിയും. ഇവിടെ മിടുക്കന്മാരായില്ലെങ്കിലും, ഇവിടെ മിടുക്കികളായില്ലെങ്കിലും, ഇവിടെ ഒത്തിരി ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും, ഇവിടെ ഒത്തിരി ഒന്നും അധികാരത്തിൽ വരാൻ നമ്മെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, വളഞ്ഞ വഴികളുടെ പിറകെ പോകണ്ട. ദൈവത്തെ മറന്ന്, നിത്യതയെ മറന്ന്, പ്രമാണത്തെ മറന്ന് എവിടെയും കയറിപ്പറ്റാൻ പോകണ്ട. നനഞ്ഞ കണ്ണുകളോടും മടക്കുന്ന മുട്ടുകളോടും പരമാർത്ഥമായ ഹൃദയത്തോടും ദൈവത്തെ സേവിച്ചാൽ മതി. നീ ആരാണെന്ന് സ്വർഗം തെളിയിക്കുന്ന ഒരു നിത്യത തലയ്ക്ക് മുകളിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരാൻ ഈ രാത്രി പരിശുദ്ധാത്മാവ് ദൈവാലോചന നമ്മോട് കൈമാറുമ്പോൾ എന്നോട് ചേർന്ന് ആധാരം തുറന്ന് ചങ്കൂറ്റത്തോടെ ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ രണ്ടുപേര് ആസാഫിനെയും മലാക്കിയുടെ കാലത്തുണ്ടായിരുന്ന ദൈവദാസന്മാരെയും ഞാൻ പരിചയപ്പെടുത്തി. വേറൊരാളെ കൂടെ പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും സമയത്തിൻ്റെ ലഭ്യതയ്ക്ക് വേണ്ടി ഞാൻ ആ മേഖലയോട് വിട പറയുകയാണ്. പക്ഷെ ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളുടെ നടുവിലും ദൈവത്തെ തള്ളിപ്പറയാത്ത ഒരു ഭക്തനെ കൂടെ ഞാൻ പരിചയപ്പെടുത്താം. അദ്ദേഹത്തിൻ്റെ പേര് ഇയ്യോബ് എന്നാണ്. ഇയ്യോബിൻ്റെ പുസ്തകം ഒന്ന് എടുക്കണേ. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇയ്യോബിന്റെ ഭാര്യ പറയാണ്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. മതി, എല്ലാവരും ശ്രദ്ധിച്ചേ. നമ്മൾ ഇയ്യോബിന്റെ ഭാര്യയെ കുറ്റം പറയുന്നവരാ. പക്ഷെ കുറ്റം പറയാൻ വരട്ടെ, ശാന്തമായി ഒന്ന് ചിന്തിച്ച്. ഇയ്യോബിനോട് നീ ഇപ്പോഴും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? ഈ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് നീ അങ്ങ് ചത്തുകളാ എന്ന് പറഞ്ഞാൽ എൻ്റെ ആശയം എന്നറിയോ? പോയി ആത്മഹത്യ ചെയ്യാൻ ഭർത്താവിനെ പ്രേരിപ്പിക്കുകയല്ല. നാടൻ ഭാഷ പറഞ്ഞാൽ ഈ ദൈവത്തെ നീ സേവിക്കുന്നതിലും നല്ലത് ഇപ്പോഴും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് ചാകുന്നതാണെന്നാണ്. എല്ലാവരും എന്നോടൊന്ന് ചേർന്ന് ആമേൻ പറഞ്ഞേ. ഭർത്താവിനോട് പോയി ആത്മഹത്യ ചെയ്യാനല്ല പറയുന്നത്, പക്ഷെ ഭക്തിക്ക് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഈ ദൈവത്തെ മുറുകെ പിടിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലെന്ന് ഇയ്യോബിന്റെ ഭാര്യയോട് പറയുക. ഇയ്യോബിനോട് ഭാര്യ പറയുക. ഇയ്യോബിന്റെ പുസ്തകം നിങ്ങൾ ശാന്തമായി വീട്ടിൽ ചെന്നൊന്ന് ധ്യാനിക്കണം. പിശാച് ഭയങ്കര തന്ത്രശാലിയാണ്. അവന്റെ ആവനാഴിയിലെ എല്ലാ ആയുധങ്ങളും അവൻ പ്രയോഗിക്കുന്നുണ്ട്. അവന് ഈ ഇയ്യോബിന്റെ പുസ്തകം പഠിച്ചാൽ ഈ വിക്രിയകളെല്ലാം കാട്ടിക്കൂട്ടിയത് അവനാ. പക്ഷേ അതെല്ലാം
ദൈവമാണ് ചെയ്തതെന്നാണ് ഇയ്യോബിന്റെയും അവന്റെ ഭാര്യയുടെയും മുമ്പിൽ പിശാച് വരുത്തി തീർക്കുന്നത്. അതും കൂടെ ഒന്ന് തെളിയിച്ചിട്ട് ഞാൻ മുന്നോട്ട് വരാം. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു. ദൈവത്തിന്റെ തീ ആകാശത്ത് നിന്ന് വീണു കത്തി, ആടുകളും വേലക്കാരും അതിനിരയായി. 7000 ആട്, 3000 ഒട്ടകം, 500 കാള, 500 പെൺകഴുത, 10 മക്കൾ, ദാസന്മാർ എല്ലാം ഉള്ള മനുഷ്യനായി യോബ്. എല്ലാം നഷ്ടപ്പെടാൻ വേണ്ടി വന്നത് കേവലം ചില അതിന്റെ വേലക്കാരെയും നശിപ്പിച്ചു. ഇത് പറയാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോന്നിരിക്കുകയാണ്. എന്റെ ചോദ്യം, ദൈവമാണോ തീയിട്ടത്? അല്ല, ദൈവമല്ല തീയിട്ടത്. പിന്നെ ആരാ തീയിട്ടത്? പിശാചാണ് തീയിട്ടത്. പക്ഷെ അവൻ തീയിട്ടിട്ട് വരുത്തി തീർക്കുന്നത് എന്താ? ഈ ദാസൻ വന്ന് പറയുന്നത് എന്താ? ദൈവത്തിന്റെ തീ ആകാശത്തു നിന്ന് വീണ് കത്തിയെന്നല്ലേ? ആരാ ഇവനോട് പറഞ്ഞത് ഇത് ദൈവത്തിന്റെ തീയാന്ന്? അപ്പൊ അവന്റെ ചിന്താമണ്ഡലത്തെ സ്വാധീനിച്ച് അവന്റെ ആധരങ്ങളെ ആ നിലകളിൽ ഉപയോഗിച്ചത് ദുഷ്ടപിശാചാണ്. ദൈവമാണ് ഇതെല്ലാം വരുത്തി തീർത്തതെന്ന് വളരെ വിദഗ്ധമായി ഇയ്യോബിന്റെ മുമ്പിൽ, അവന്റെ ഭാര്യയുടെ മുമ്പിൽ പിശാച് വരുത്തി തീർക്കുകയാണ്. അപ്പൊ ദൈവമാണ് ഇതെല്ലാം ചെയ്തത് എന്ന നിഗമനത്തിലാണ് ഇയ്യോബിന്റെ ഭാര്യ പറയുന്നത്, ഇത്രയൊക്കെ ക്രൂരത കാട്ടിക്കൂട്ടിയ ദൈവത്തെ ഇനിയും വേണോ? ആ ഭക്തി കൊണ്ട് എന്താ പ്രയോജനം? ഇയ്യോബ് പോലും ചിന്തിച്ചത് അങ്ങനെയാ. എന്താ ചിന്തിച്ചത്? ദൈവമാണ് ഇതൊക്കെ ചെയ്തതെന്ന്. സത്യത്തിൽ പിശാചാ ചെയ്തത്. പക്ഷെ ഇയ്യോബ് എന്താ പറയുന്നത്? യഹോവ തന്നു. നിങ്ങൾ പറയുന്നില്ല, നമ്മളെല്ലാവരും അങ്ങനെ പറയാറുണ്ട്. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഞാൻ ചോദിക്കുന്നത്, തന്നത് ദൈവമാ, പക്ഷെ എടുത്തത് ദൈവമാണോ? അല്ല, എടുത്തത് പിശാച. പക്ഷേ ഇയ്യോബിന്റെ മുമ്പിൽ വരുത്തി തീർക്കുന്നത് എന്താ? ഈ ക്രൂരതയൊക്കെ കാട്ടിക്കൂട്ടിയത് ദൈവമാണ്. പക്ഷെ ഇത്രയൊക്കെ ക്രൂരത ചെയ്തത് ദൈവമാണെന്ന് പിശാച് അവനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടും അവന്റെ ഭാര്യ ഭക്തി കൊണ്ടും ദൈവത്തെ കൊണ്ടും എന്തു പ്രയോജനമെന്ന് പറയുമ്പോഴും, ആ പ്രതിസന്ധിയുടെ ഇരുമ്പുലയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവവുമായുള്ള ഭക്തി സൂക്ഷിച്ച എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തു പറഞ്ഞ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുമെന്ന് നിയോഗത്തോടെ ഭക്തിയോടെ വിളിച്ചു പറയാൻ ഇയ്യോബിനെ കൊണ്ട് കഴിഞ്ഞു. ഇന്ന് രാത്രി ആധാരം തുറന്ന് എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഈ രാത്രി ഞാൻ ദൈവത്തിന്റെ അഭിഷക്തൻ എന്ന നിലയിൽ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. പ്രതിസന്ധികളുടെ തിരമാലകൾ ഒന്നിന് പിറകെ മറ്റൊന്നായി നിനക്കെതിരെ കടത്തിവിട്ട് ദൈവവും നീയുമായുള്ള ബന്ധത്തെ തകർത്ത് കളയാൻ, ഇരുളിന്റെ ശക്തി നിന്റെ ശുദ്ധ മനസാക്ഷിയെ വലിച്ചെറിയാൻ തോന്നത്തക്ക നിലയിലുള്ള സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ ഇന്ന് രാത്രി ദുഷ്ട പിശാച് സൃഷ്ടിക്കുമ്പോൾ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ, എനിക്കെന്റെ ദൈവത്തെ അറിയാം, എനിക്കെന്റെ ദൈവത്തെ കുറിച്ച് ഉത്തമ ബോധ്യമുണ്ട്. എന്റെ ദൈവം തിന്മയായതൊന്നും എനിക്ക് എതിരെ ചെയ്യില്ല, എല്ലാം എന്റെ നന്മയ്ക്കായി ചെയ്യുന്ന ദൈവം മാത്രമാണ്. ഇന്ന് രാത്രി ദുഷ്ട പിശാചേ, എന്റെ ആത്മീയതയെ തകർക്കാൻ നീ ഉണ്ടാക്കിയ സകല പദ്ധതികളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ തകർക്കുന്നു എന്ന് ആത്മനിയോഗത്തോടെ പറയാൻ മനസ്സുള്ള ദൈവമക്കൾ കരമടിച്ച് അല്പ നിമിഷം ശക്തിയോടെ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാ. നമ്മുടെ ആത്മീക ജീവിതത്തെ തകർത്ത് കളയാൻ, ദൈവം തന്നെ ആത്മീക ശുശ്രൂഷയെ മുരടിപ്പിക്കാൻ, നാമും നമ്മുടെ ദൈവവുമായുള്ള ബന്ധത്തിന് വിള്ളൽ വീഴ്ത്താൻ പിശാച് എന്തും മാർഗവും ഉപയോഗിക്കും. പിശാച് ആരെയും കരുവാക്കും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ആ മേഖലകളെ വിവേചിക്കാനും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വചനത്തിന്റെ ശക്തിയാൽ അതിൻ്റെ മേൽ ജയം ഏറ്റെടുക്കാനും KJ തോമസ് അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവ വചനത്തിലൂടെ ഈ രാത്രി ദൈവാലോചന കൈമാറുന്നു. വിശ്വാസത്താൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? കർത്താവിനോട് പറഞ്ഞൊരു ദൂത് ഞാൻ പറയാം, ആരെയും പിശാച് കരുവാക്കും. യോബിന്റെ പുസ്തകം 8-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിച്ചേ. യോബ് 8:4. നിന്റെ മക്കൾ
അവനോട് പാപം ചെയ്തെങ്കിൽ, നിന്റെ മക്കൾ അവനോട് പാപം ചെയ്തെങ്കിൽ അവൻ അവരെ അവരുടെ അതിക്രമങ്ങൾ അവരുടെ അതിക്രമങ്ങൾ കേൾപ്പിച്ചു കളഞ്ഞു. നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും. ആരാ പറയുന്നറിയാവോ? ഇയ്യോബിന്റെ സ്നേഹിതൻ പറയുകയാണ്, 7 3 10 ഡെഡ് ബോഡി ഒരുമിച്ച് കണ്ട് മനസ്സും മരവിച്ച ഭക്തനോട് പറയുക, നിന്റെ മക്കളെ കൊന്നത് ആരാന്നറിയാവോ? നിങ്ങൾ മറക്കരുത്, ആരെയും പിശാച് നമ്മെ തകർക്കാൻ കരുവാക്കും, നമ്മുടെ മനസ്സിടിക്കാൻ, ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് പിറകോട്ട് വലിക്കാൻ പിശാച് എന്ത് മാർഗവും അവലംബിക്കും. ഞാനിത് വെറുതെ പറയുകയല്ല. ഇന്ന് രാത്രി ഞാൻ ഈ വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നിലകളിൽ നിനക്കെതിരെ പടക്കോപ്പുകൾ ഉണ്ടാക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ ദൈവാത്മാവ് തകർക്കുന്നത് ആത്മനിയോഗത്താൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഈ പന്തലിന്റെ കീഴിൽ ഇന്ന് രാത്രി ദൈവശക്തി ചിലരെ സ്വതന്ത്രമാക്കുകയാണ്. നിന്റെ മക്കളെ കൊന്നത് ദൈവമാണ്. എന്താ കൊല്ലാൻ കാരണം? അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ദൈവം അവരെ ഏൽപ്പിച്ച് കളഞ്ഞതാ. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഇയ്യോബിന്റെ മക്കൾ അങ്ങനെ കൊള്ളരുതാത്തവരായിരുന്നു, അകൃത്യമുള്ളവരായിരുന്നു. ഇയ്യോബിന്റെ മക്കളെ പോലെ നല്ല മക്കൾ വേദപുസ്തകത്തിൽ വേറെ ആരാ ഉള്ളത്? ആ മക്കളെ കുറിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്നറിയാമോ? ബന്ധങ്ങൾക്ക് വില കൽപ്പിച്ചവരാവര്. ഓരോരുത്തരുടെ ദിവസം വരുമ്പോഴും വിശേഷ ദിവസങ്ങൾ വരുമ്പോഴും സഹോദരിമാരെ കൂടെ ആളയച്ചു വരുത്തുമായിരുന്നു. അവർ ഒന്നിച്ചുകൂടി ഭക്ഷണം കഴിക്കുമായിരുന്നു, അവർ ഒന്നിച്ചുകൂടി സമയം ചിലവഴിക്കുമായിരുന്നു. വളരെ വിനയത്തോടെ, ഇതൊരു സോണൽ കൺവെൻഷൻ അല്ലേ, നമ്മുടെ കുടുംബയോഗം കൂടല്ലേ. ഞാൻ ഹൃദയത്തെ തൊട്ട് നിങ്ങളോട് പറയുകയാണ്, ഈ മണ്ണിൽ മാത്രമേ ബന്ധങ്ങളുള്ളൂ പ്രിയരെ. സ്വർഗത്തിൽ ചെല്ലുമ്പം അങ്ങനെ ബന്ധങ്ങൾക്ക് പ്രസക്തിയില്ല. അങ്ങനെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ബന്ധങ്ങൾക്ക് പ്രസക്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ മക്കളും, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ അമ്മായിപ്പൻ, എൻ്റെ അമ്മായിമ്മ, എൻ്റെ അളിയന്മാർ, എന്നോട് ചുറ്റിപ്പറ്റി നിന്നവർ, ഞാൻ ശുശ്രൂഷിച്ചിട്ടുള്ള ദൈവസഭയിലെ ദൈവമക്കൾ, എനിക്ക് ഏറ്റവുമുള്ള പാസ്റ്റർമാർ, അങ്ങനെ ഓരോ ഗ്രൂപ്പായി സ്വർഗമെന്ന് പറയുന്നത് ഓരോ തുരുത്തായി മാറിയേനെ. എന്നാൽ സ്വർഗം അങ്ങനൊരു തുരുത്തല്ല. അവിടെ ബന്ധങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ ഇല്ലെന്നല്ല, പക്ഷേ അവിടെ നമ്മൾ ഈ ജഡശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്കതൊക്കെ വലിയ സംഭവമായി തോന്നുന്നത്. എന്നാൽ നിത്യതയിലെത്തുമ്പോൾ അതിനൊന്നുമല്ല പ്രസക്തി. കുഞ്ഞാടാണ് നിത്യതയുടെ പ്രസക്തി. നിത്യതയിൽ എല്ലാം യേശു കർത്താവാണ്. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം ഹേതുവായി. ഹല്ലേലൂയ. ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ജാതികളിൽ നിന്ന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. വീണ്ടെടുപ്പിന്റെ ഗാനമാണ് നമുക്കവിടെ പാടാനുള്ളത്. വീണ്ടെടുപ്പ് രക്ഷണ്യ വേലയെ കുറിച്ചാണ് നമുക്കവിടെ പറയാനുമുള്ളത്. എന്നാൽ ബന്ധങ്ങൾ മണ്ണിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, പാസ്റ്ററും വിശ്വാസികളും തമ്മിലുള്ള ബന്ധം, ദൈവദാസന്മാർ തമ്മിലുള്ള ബന്ധം, കൂട്ടുവിശ്വാസികൾ തമ്മിലുള്ള ബന്ധം ഇവിടെയേ ഉള്ളൂ, നിത്യതയിലില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി യോഗത്തിൽ സ്തോത്രം ചെയ്തു പറ, ഞാൻ അല്പം സഹിക്കേണ്ടി വന്നാലും, ഞാൻ അല്പം ക്ഷമിക്കേണ്ടി വന്നാലും, ഞാൻ അല്പം താഴേണ്ടി വന്നാലും, വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാലും, എൻ്റെ ദൈവം എനിക്ക് തന്ന ഒരു ബന്ധങ്ങളും ഞാൻ മൂലയാൻ ഇട വരികയില്ല. എൻ്റെ ദൈവം എനിക്ക് തന്ന ബന്ധമാണെങ്കിൽ എന്തു വില കൊടുത്തും ഞാൻ അതിനെ സൂക്ഷിക്കും. അതിനുള്ള ദൈവകൃപ ഇന്ന് രാത്രി എനിക്ക് തരണമെന്ന് ആത്മാർത്ഥമായി എന്നോട് ചേർന്ന് സ്തോത്രം ചെയ്തു പറയാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? അവരുടെ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയോ. അടുത്ത് തന്നെ ഏറ്റവും വേദനിപ്പിച്ചത്, യോബ് തന്റെ മക്കളെ ആളയച്ചു വരുത്തും. സമ്പത്തിന്റെ മടിത്തട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങളല്ലേ, സുഖലോലുപതയിൽ വളരുന്ന കുഞ്ഞുങ്ങളല്ലേ, പുറമേ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അകത്ത് അഹങ്കാരമോ നിഗളമോ വന്നിട്ട് ദൈവത്തെ ത്യജിച്ചിട്ടുണ്ടാകുമോ എന്ന് ഭയന്നിട്ട് അവർക്ക് വേണ്ടി യാഗമർപ്പിക്കുകയും
ആളയച്ചു വരുത്തി അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഭക്തനായിരുന്നു ഇയ്യോബ്. ഒന്നുകൂടെ പറയാം, തൻ്റെ മക്കൾ സമ്പന്നരാകുന്നതിനേക്കാൾ തൻ്റെ മക്കൾ ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നവരും വിശുദ്ധരുമായിരിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനായി പ്രയത്നിക്കുകയും ചെയ്ത ഭക്തനാണ് ഇയ്യോബ്. ആ ഇയ്യോബിനോടാണ് സ്നേഹിതൻ പറയുന്നത്, ദൈവമാണ് അവരെ കൊന്നത്. എന്തുകൊണ്ടാണ് ദൈവം അവരെ കൊന്നത്? അവരുടെ ആകൃത്യങ്ങൾ നിമിത്തം ദൈവം അവരെ കൊന്നതാ. ഇന്ന് രാത്രി ഞാൻ പ്രവചനമായി വിളിച്ചു പറയുക, വേദപുസ്തകം മടക്കി വെച്ചു പോകത്തക്ക നിലയിൽ, ശുശ്രൂഷ ഇല്ലാതെ തിരിച്ചു പോകത്തക്ക നിലയിൽ, വിശ്വാസത്തിൽ നിന്ന് പോലും പിറകോട്ട് പോകത്തക്ക നിലയിൽ ക്രൂരമായ വാക്കുകൾ കൊണ്ട് നിന്നെ വേട്ടയാടാൻ ചിലപ്പോഴൊക്കെ ദുഷ്ടപിശാച് ആരെയെങ്കിലും കരുവാക്കി എന്ന് വരാം. എന്നാൽ ഇന്നു രാത്രി യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ പൈശാചിക മേഖലയെ ജയിക്കാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീരൽ ചൂണ്ടി ചിലരോട് ദൈവാലോചന കൈമാറുമ്പോൾ ആധാരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാലും ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിന്റെ ശക്തിയാലും ചിലരുടെ മനസ്സിനെ ക്ഷീണിപ്പിച്ച് ഹൃദയത്തെ തളർത്തി ആത്മീക ജീവിതത്തോട് പോലും ശുശ്രൂഷയോട് പോലും വിരക്തി ഉണ്ടാകത്തക്ക നിലയിൽ ഇന്ന് രാത്രി ദുഷ്ടശക്തികൾ പടച്ചു വച്ചിരിക്കുന്ന അവന്റെ ചില പദ്ധതികളെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ അഴിക്കുകയാണ്. ഇന്ന് രാത്രി ആത്മാവിൽ നിയോഗത്തോടെ സ്തോത്രം ചെയ്യാൻ പരിശുദ്ധാത്മാവ് പ്രേരണ വരുന്ന അഭിഷക്തന്മാർ ദൈവമക്കൾ കരമടിച്ച് ഈ രാത്രി അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിരാശയുടെ കടുങ്കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടിച്ചെറിഞ്ഞ് പരിശുദ്ധ ആത്മാവ് ചിലരെ പുറത്തു കൊണ്ടുവരുന്ന രാത്രിയാണ്. ഒരു ദൂതും കൊണ്ട് ഞാൻ അവിടെ പറയാം. ഈ പറയുന്ന സ്നേഹിതന്മാരെ കുറ്റം പറയാൻ വരട്ടെ കേട്ടോ, അവരും നല്ല മനുഷ്യരായിരുന്നു. 2-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളാണെന്നാണ് അനുശന്ത വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ഇയ്യോബ് രോഗിയായിരിക്കുന്നു എന്നറിഞ്ഞിട്ട് അവർ തമ്മിൽ പറഞ്ഞൊത്തു, നമ്മുടെ സ്നേഹിതനായ ഇയ്യോബ് രോഗിയാണ്, നമുക്ക് അദ്ദേഹത്തെ പോയി ഒന്ന് കാണണം. എന്നിട്ട് അവർ വരുമ്പോൾ ദൂരവേ വന്നിട്ട് കണ്ടിട്ട് ഇയ്യോബിനെ മനസ്സിലായില്ല. അവരെ പൊടി വാരി മേൽപോട്ടെറിഞ്ഞു, അവർ വസ്ത്രം കീറി, അവർ ഉറക്ക കരഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വസ്തുത, ഇയ്യോബിൻ്റെ പരിതാപകരമായ സ്ഥിതി കണ്ടിട്ട് 7 രാപകൾ ഒരക്ഷരം ഉരിയാടാതെ അവർ കുത്തിയിരുന്നു. എന്നെ പൊന്നു മാസ്റ്ററെ, 21 ദിവസം ഉപവസിക്കാം, പക്ഷെ 7 ദിവസം പോയിട്ട് 1 മണിക്കൂർ ഒന്ന് വർത്താനം പറയാതിരിക്കാന്ന് പറയുന്നത് ഒരു നല്ല ആമേനെന്ന് പറയും. അപ്പോൾ ഈ സ്നേഹിതന്മാരാരാ? എന്ത് നല്ല മനുഷ്യരാ! ഇയ്യോബിന്റെ തകർച്ച കണ്ടിട്ട് 7 ദിവസം ഒരക്ഷരം ഉരിയാടാതെ അവനോടുകൂടെ കുത്തിയിരുന്നു. എന്തിനാ അവർ വന്നത്? സഹതപിക്കാനാ വന്നത്. എന്തിനാ വന്നത്? ആശ്വസിപ്പിക്കാനാ വന്നത്. ക്രൂരമായ വാക്കു പറയാനല്ല വന്നത്. ഇയ്യോബിനെ തകർക്കാനല്ല അവർ വന്നത്, ആശ്വസിപ്പിക്കാനാ വന്നത്. അവനോടൊരുമിച്ച് സഹതപിക്കാനാ വന്നത്, നല്ല മനസ്സോടെ വന്നത്. പക്ഷേ ആ നല്ല സ്നേഹിതന്മാരെ ഇയ്യോബിന് എതിരാക്കി മാറ്റിയത് പൈശാചിക ശക്തികളാണ്. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയുക, ആത്മാവിൽ ദൈവമക്കൾ തിരിച്ചറിയണം, ബന്ധങ്ങളെ തമ്മിൽ അകറ്റുന്നത് പൈശാചിക ശക്തികളാണ് എന്നിന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയണം. ഈ രാത്രി ഞാൻ ഈ സന്ദേശം വിളിച്ചു പറയുമ്പോൾ ബന്ധങ്ങളെ തമ്മിൽ അകറ്റുന്ന, ആ നിലകളിൽ മുതലെടുപ്പ് നടത്തുന്ന ഏതെങ്കിലും പൈശാചിക ശക്തികൾ ഇന്ന് രാത്രി ഉയർന്നു നിൽപ്പുണ്ടെങ്കിൽ ഒരു പ്രസംഗം കേൾക്കാൻ മാത്രം, ഇന്ന് രാത്രി ഒരു പോയിന്റ് എഴുതാൻ മാത്രം ഇതിനകത്ത് വരരുത്. അതിനപ്പുറത്ത് പരിശുദ്ധാത്മാവ് ഇരുളിന്റെ ശക്തികൾക്കെതിരെ തന്റെ വചനത്തിലൂടെ പ്രതികരിക്കുമ്പോൾ ആ പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ കർത്താവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് ആ പൈശാചിക മണ്ഡലങ്ങളെ ശാസിക്കുന്ന എത്ര അഭിഷക്തന്മാരുണ്ട്, എത്ര ദൈവമക്കൾ ഈ രാത്രി ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഒരുവൻ വചനം പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നത് പോലെ എന്നാണ് തിരുവെഴുത്തെങ്കിൽ ഇവിടെ മുഴങ്ങുന്ന വചനത്തിന്റെ അരുളപ്പാടിനാൽ ബന്ധങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന, ബന്ധങ്ങളെ തകർക്കുന്ന
തകർക്കുന്ന ആ പൈശാചിക മുതലെടുപ്പ് ശക്തികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ രാത്രി നിർവീര്യമാകട്ടെ. അധികാരത്തോടെ സ്തോത്രം പറയാൻ പരിശുദ്ധാത്മാവ് നിയോഗം തരുന്നവർ ആ കരമടിച്ച് അല്പനിമിഷം ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഭാര്യയെ എതിരാക്കിയത്, സ്നേഹിതരെ എതിരാക്കിയത്, ബന്ധുക്കളെ എതിരാക്കിയത്, പരിചയക്കാരെ എതിരാക്കിയത്, സ്വജനത്തെ എതിരാക്കിയത്, കൂടപ്പിറപ്പുകളെ എതിരാക്കിയത് ദുഷ്ടപിശാചാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ശുശ്രൂഷയെ തകർത്ത് കളയാൻ, നിന്റെ ആത്മീക ജീവിതത്തെ തകർത്ത് കളയാൻ നല്ലവരായ പലരെ പോലും, നിന്നോട് ചേർന്ന് നിന്ന പലരെ പോലും നിനക്കെതിരാക്കി മാറ്റി, നിന്റെ ഭക്തിക്കെതിരെ തന്ത്രങ്ങൾ മെനയുന്ന, നിന്റെ ആത്മീകതയെ മുടിച്ചു കളയാൻ ഇന്ന് രാത്രി പദ്ധതി തയ്യാറാക്കുന്ന ആ പൈശാചിക മണ്ഡലങ്ങൾക്ക് ഇന്ന് രാത്രി നിന്നുകൊടുക്കാതെ കർത്താവിന്റെ വചനത്താലും യേശുവിന്റെ രക്തത്താലും ആ ശക്തിയുടെ മേൽ ഇന്ന് രാത്രി ജയം ഏറ്റെടുക്കാൻ പരിശുദ്ധാത്മാവ് അതിശക്തമായി ചിലരോട് ദൈവാലോചന വിളിച്ചു പറയുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി പുൽപിറ്റിൽ ഈ പന്തലിൽ വെളിപ്പെട്ടു വരട്ടെ. അധരം തുറന്ന ആവേശത്തോടെ കരമടിച്ച് അഭിഷക്തന്മാർ, ദൈവമക്കൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് നമ്മുടെ തലമുറകളുടെ ബന്ധങ്ങളെ, അവരുടെ കുടുംബജീവിതത്തിന്റെ ബന്ധങ്ങളെ തകർത്ത് കളയാൻ പരിശ്രമിക്കുന്ന ദുഷ്ടശക്തികളുണ്ടെങ്കിൽ ദൈവദാസന്മാരും കൂട്ടുവിശ്വാസികൾ തമ്മിലും അഭിഷക്തന്മാർ തമ്മിലുമുള്ള ആത്മീക ബന്ധത്തെ ഉടച്ചു കളയാൻ ഇന്ന് രാത്രി വെല്ലുവിളിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഈ സോണൽ കൺവെൻഷന്റെ പ്രഥമ രാത്രി ആ പൈശാചിക ശക്തികളുടെ മേൽ ഒരു ജയം നമുക്ക് തരട്ടെ. പോരാ, അധരം തുറന്ന് അല്പനിമിഷം കരമടിച്ച് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കൂ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ആ പൈശാചിക വ്യാപാരങ്ങളുടെ മേൽ ഞങ്ങൾ ജയമെടുക്കുക. വിഷയത്തിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ഒന്ന്, ഹന്നായുടെ പ്രത്യേകത, ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളൊന്നും ദൈവത്തിൽ നിന്ന് അകറ്റിയില്ല. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ മുമ്പിൽ വന്നു നിന്നപ്പോഴും ദൈവവുമായുള്ള ബന്ധത്തിന് അതൊന്നും വിള്ളൽ വീഴ്ത്താൻ ഇട വന്നില്ല. ബെഞ്ചമിൻ ചാൻ ഇന്ന് രാത്രി നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞില്ലേ പ്രിയരെ? വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴും, വൃക്ഷച്ചുവടുകളിൽ അന്തി ഉറങ്ങേണ്ടി വന്നപ്പോഴും, കടത്തിണ്ണകളിൽ അവര് പാർക്കേണ്ടി വന്നപ്പോഴും ദൈവത്തിന് സ്തോത്രം. എന്തേ ഈ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞില്ല? എന്തേ ഭക്തിക്ക് വിള്ളൽ ഉണ്ടാകാതെ ആ പ്രതിസന്ധികളുടെ നടുവിലും അവർ നടന്ന് കയറി വന്നു? ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, സമ്പത്തിലും സുഖലോലുപതയിലും വളർന്നു വന്നൊരു മാർഗമല്ലിത്. പട്ടിണി കൊണ്ടും പരിവട്ടം കൊണ്ടും ജീവിതത്തിൽ ഒത്തിരി തിക്താനുഭവങ്ങൾ കൊണ്ടും ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മേഖലകളിലൂടെ കടന്നുപോയപ്പോഴും അതിവിശുദ്ധ വിശ്വാസത്തെ വലിച്ചെറിയാതെ ആ വിശ്വാസത്തിനു വേണ്ടി എന്തും സഹിക്കാൻ നിന്ന ഒരു കൂട്ടം പിതാക്കന്മാരുടെ, മാതാക്കളുടെ പിന്തുടർച്ചക്കാരാണ് ഇതിൻ്റെ അകത്ത് ഈ രാത്രി വന്നിരിക്കുന്നതെങ്കിൽ സ്തോത്രം ചെയ്തു പറ. ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ദൈവവുമായുള്ള ബന്ധത്തെ അതൊന്നും മുടക്കാൻ ഞാൻ അനുവദിക്കയില്ല. അധരം തുറന്ന് എന്നോട് ചേർന്ന വാക്കിന് ആമേൻ പറയാൻ എത്ര പേർക്കും നിയോഗമുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹന്നായുടെ രണ്ടാമത്തെ പ്രത്യേകത, ദൈവാലയം വിട്ടുപിരിയാതെ ഉപവസിച്ചു, ദൈവാലയം വിട്ടുപിരിയാതെ പ്രാർത്ഥിച്ചു. ആ ദൈവാലയത്തിൽ രാവും പകലും ദൈവത്തെ ആരാധിച്ചു. സ്തോത്രം ചെയ്ത് എന്നോട് വരണേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ കൊള്ളാവുന്ന ഒരു സാഹചര്യമാണോ ദൈവാലയത്തിലുള്ളത്? എനിക്ക് ആ വന്യ മാതാവിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോഴും പ്രവാചകിയാണ്. ഒരു നല്ല ആമേൻ പറ. കൃപാവരങ്ങൾക്കൊരു പോറലും ഉണ്ടായില്ല, പ്രാർത്ഥനയ്ക്ക് മുടക്കം ഉണ്ടായില്ല. അപ്പോഴും ഉപവസിക്കുന്നുണ്ട്, അപ്പോഴും ആരാധന തകർന്നിട്ടില്ല. എവിടാ? ആലയത്തിൽ.
അന്നത്തെ ആലയം എങ്ങനെ ഉണ്ടെന്നും കൂടെ നമുക്ക് നോക്കാം. ഉപവസിക്കാൻ കൊള്ളാവുന്ന ആലയമാണോ? ആരാധിക്കാൻ കൊള്ളാവുന്ന ആലയമാണോ? പ്രാർത്ഥിക്കാൻ കൊള്ളാവുന്ന ആലയമാണോ? അതൊന്ന് വായിച്ചു കേൾപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ. യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരൂശലേമിലേക്ക് പോയി. ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു. മേശകളെ മറിച്ചിട്ട് പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുകയും എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാല ആക്കരുതെന്ന് പറഞ്ഞു. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തേ. അന്നത്തെ ആത്മീകത ഒരു വ്യാപാരമായിരുന്നു. ഭക്തിയെയും ആത്മീക ശുശ്രൂഷയെയും ദൈവത്തെയും ദൈവിക ശുശ്രൂഷകളെയും കച്ചവടവൽക്കരിച്ചൊരു കാലം. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത പണവുമായി വരുന്നവർക്ക് മണി എക്സ്ചേഞ്ച് ചെയ്യാൻ നല്ലൊരു ഇടം ആലയമായിരുന്നു. ഒരു നല്ല ആമേനൊന്ന് പറ. ഊനമില്ലാത്ത നല്ല ആടുകൾ യാഗമൃഗങ്ങളുമായി വന്നാലും ഇവർ പറയും അത് ന്യൂനതയുള്ളതാ, ഊനമുള്ളതാ. ഊനം ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇവരാ. ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്താലേ പറ്റൂ. അപ്പം എത്ര മികച്ചതുമായി വന്നാലും ഇവിടുത്തേത് വാങ്ങിച്ചാലേ ഗുഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. യിരെമ്യാ പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞ കള്ളന്മാരുടെ ഗുഹയാ. ആത്മീകത വാണിജ്യവൽക്കരിക്കപ്പെട്ടു. ഭക്തി പലതിൻ്റെയും മറയായി മാറി. ഒരു നല്ല ആമേനൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ. പക്ഷേ അധാർമികത കൊടികുത്തി വാഴുമ്പോഴും ഭക്തിയുടെ വേഷധാരികൾ അവിടെ സ്വൈര്യവികാരം നടത്തുമ്പോഴും ആ ആലയത്തിനകത്ത് ഉപവസിക്കാനൊരു ഹന്നായുണ്ട്, പ്രാർത്ഥിക്കാനൊരു ഹന്നായുണ്ട്. അപ്പോഴും രാപകൽ ദൈവത്തെ ആരാധിക്കാനൊരു ഹന്നായുണ്ട്. അവിടുത്തെ അധാർമികതയൊന്നും, അവിടുത്തെ അഭക്തിയൊന്നും, അവിടുത്തെ കപടഭക്തിയൊന്നും അവളുടെ ആത്മീകതയെ ബാധിച്ചില്ല, അവളുടെ പ്രാർത്ഥനയെ ബാധിച്ചില്ല, അവളുടെ ആരാധനയെ ബാധിച്ചില്ല, അവളുടെ കൃപാവരത്തെ ബാധിച്ചില്ല. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്തു പറയുന്നു, മനുഷ്യപുത്രന്റെ വരവിൽ ഇനി ഒരു ഉണർവൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. ഒരു വലിയ ഉണർവുണ്ടായി മാനസാന്തരപ്പെടാനൊന്നും ഇനി ആരും കാത്തിരിക്കണ്ട. എൻ്റെ പൊന്നു കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രന്റെ വരവെങ്കിൽ വിശ്വാസം കണ്ടെത്തുമോ? ഇതാണോ വിശ്വാസം? ഇതാണോ ഭക്തി? ഇതാണോ ആത്മീകതയെന്ന് തോന്നത്തക്ക നിലയിൽ ഒരുപക്ഷെ പരിതാപകരമായ അനുഭവത്തിലേക്ക് ആത്മീക രംഗം പരിതാപകരമായി തകർന്നൊന്നു വരാം. പക്ഷെ അവിടെയും ആ അധപ്പതനങ്ങളൊന്നും എൻ്റെ ആത്മീകതയെ ബാധിക്കാതെ, എൻ്റെ ഭക്തിയെ ബാധിക്കാതെ, എൻ്റെ ദൈവവുമായുള്ള ബന്ധത്തെ അതൊന്നും കാര്യനിഴൽ വീഴ്ത്താതെ എൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിക്കാൻ ഇന്ന് രാത്രി എനിക്ക് കൃപ തരണമെന്ന് ആദരം തുറന്ന് സ്തോത്രം ചെയ്തു പറയാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? അവരെ കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാ. ഒരു കാര്യം ഞാൻ തീർത്തു പറയുകയാണ്, എല്ലാവരെയും നന്നാക്കിയിട്ട് നമുക്ക് നന്നാകാൻ പറ്റുകയില്ല. എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞേ. എല്ലാവരും നന്നായിട്ട് നന്നാകാനിരിക്കരുത്. എല്ലാവരും നന്നായിട്ട് നന്നാകാനിരുന്നാൽ അതൊരിക്കലും നടക്കില്ല. എന്നാൽ കൃപയുള്ള ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയാം, ഉടുപ്പു മലിനമാകാത്ത കുറെ പേർ എൻ്റെ ദൈവത്തിനുണ്ട്. ഏതു തലമുറയിലും എൻ്റെ ദൈവത്തിനൊരു ശേഷിപ്പുണ്ടെങ്കിൽ കണ്ണുനീരോട് ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ, എനിക്ക് മിടുക്കനാകണ്ട, എനിക്ക് മിടുക്കിയാകണ്ട, എനിക്ക് എവിടെയും എങ്ങനെയും കയറി വരണ്ട, എനിക്കൊരു ഭക്തനായി ജീവിക്കാൻ, ഭക്തയായി ജീവിക്കാൻ കർത്താവ്
കർത്താവേ, എൻ്റെ ആയുസ് അങ്ങയുടെ വരവിന് മുമ്പ് തികയുന്നെങ്കിൽ മണ്ണ് കണ്ണിൽ തിരുമി അടയ്ക്കുമ്പോൾ മനസാക്ഷിക്ക് ആക്ഷേപമില്ലാതെ എൻ്റെ കർത്താവും എൻ്റെ നിത്യതയുമെന്ന് പറഞ്ഞ് മണ്ണിൽ കണ്ണടയ്ക്കാൻ അല്ല, ഞാൻ ജീവനോടിരിക്കുമ്പോൾ എൻ്റെ കർത്താവും മടങ്ങി വരുന്നെങ്കിൽ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിച്ച് കർത്താവിൻ്റെ വരവിൽ രൂപാന്തരപ്പെടാൻ എനിക്ക് കൃപ തരണമെന്ന് അതരം തുറന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി ഞാൻ ഈ ദൈവിക അരുളപ്പാട് ഇതിനകത്ത് വിളിച്ചു പറയുന്നു. ഓടിച്ചു പോകാം. എവിടെയും ആഗ്രഹമുണ്ടെങ്കിൽ ആത്മീയനായി ജീവിക്കാം. ഒരു നല്ല ആമേൻ പറ. എവിടെയും ഭക്തരായി ജീവിക്കാം. വേദവസ്തുത്തിൽ ഒത്തിരി തെളിവ് എനിക്ക് പറഞ്ഞാൽ കൊള്ളുന്നു. ഒറ്റ തെളിവ് പറയാം. ആഹാബും ഇസബേലും ഇസ്രായേൽ രാജ്യം ഭരിക്കുന്ന സമയം യഹോവയുടെ പ്രവാചകന്മാരെ കൊന്നൊടുക്കുകയാണ്. ആഭിചാരവും അശുദ്ധിയും കൊള്ളരുതായ്മയും കൊട്ടാരത്തിലും രാജ്യത്തുടനീളവും നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 പരം വർഷമായി മഴയില്ല. ആഹാബ്, അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഓബദ്ന്യാവെന്ന്. ഓബദ്ന്യാവിനെ ആളയച്ച് വരുത്തിയിട്ട് പറഞ്ഞു, നിലമല്ല വിണ്ട് കീറി ഉണങ്ങി നിൽക്കി കിടക്കുക, നമുക്ക് എവിടെങ്കിലും അല്പം വെള്ളം ഉണ്ടോ നോക്കാം, ഉണ്ടെങ്കിലേ കുതിരകൾക്കും കോവർക്കഴുതയ്ക്കും എങ്കിലും കൊടുക്കാവോ, അവയെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താമോ എന്ന് ശ്രദ്ധിക്കാം. അങ്ങനെ ആഹാബ് ഒരു വഴിക്ക് ഓബദ്ന്യാവിനെ വിട്ടു, ആഹാബ് വേറൊരു വഴിക്ക് പോയി. ആ സമയത്താണ് ദൈവം ഏലിയാവിനോട് പറയുന്നത്, നീ ആഹാബിന് നിന്നെ തന്നെ കാണിക്ക്, ഞാൻ ദേശത്ത് മഴ പെയ്യ്ക്കാൻ പോവാ. ഈ സദർദ്ധമാനം പറയാൻ ഏലിയാവ് വരുമ്പോൾ ഓബദ്ന്യാവ് ഏലിയാവിനെ കണ്ടു. ഏലിയാവ് ഓബദ്ന്യാവിനോട് പറഞ്ഞു, നിന്റെ യജമാനനോട് എന്ന് പറ എന്നെ കണ്ടെന്നു. ഉടനെ ഓബദ്ന്യാവ് ആചാര്യ പരതന്ത്രനായി പറയും, എൻ്റെ യജമാനനെ എന്നെ കൊലയ്ക്ക് കൊടുക്കരുതേ. എന്താ കൊലയ്ക്ക് കൊടുക്കരുതെന്ന് പറയാൻ കാരണം, കഴിഞ്ഞ 3 വർഷമായി അങ്ങേ ആഹാബ് അന്വേഷിക്കാത്ത ഇടമില്ല. ഈ രാജ്യത്ത് മുഴുവൻ അരിച്ചു പെറുക്കി ശത്രു രാജ്യത്ത് അന്വേഷിച്ചു. അവിടെയൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ രാജാക്കന്മാരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു, നിന്നെ കണ്ടിട്ടില്ലെന്ന്. ഇനി ഏതെങ്കിലും കാരണവശാൽ കണ്ടാൽ നിന്നെ അവൻ ഏൽപ്പിച്ചു കൊടുക്കാം എന്ന് അവരെ കൊണ്ട് ശപഥം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ യഹോവദ്ന്യാവ് പറയുകയാണ്, ഇത്രയും 3 വർഷം ആഹാബ് അരിച്ചു പെറുക്കിയിട്ടും അവൻ്റെ രഹസ്യാന്വേഷണ വിഭാഗവും സുശക്തമായ സൈന്യവും ഇത്ര തന്ത്രപരമായ കരുനീക്കം നടത്തിയിട്ടും അങ്ങയെ കിട്ടാതിരുന്നത് ഏതെങ്കിലും രാജ്യത്ത് അഭയാർത്ഥിയായി അങ്ങ് ഒളിച്ചതുകൊണ്ടല്ല, പിന്നെ അത്യുന്നതനായ ദൈവം അങ്ങയെ മറച്ചതുകൊണ്ടാണ്. ഞാൻ ആഹാബിനോട് ചെന്ന് അങ്ങയെ കണ്ടെന്ന് പറയും. ആഹാബ് അങ്ങയെ അന്വേഷിച്ച് വരുമ്പോൾ ദൈവം എങ്ങോട്ടെങ്കിലും അങ്ങയെ എടുത്തോണ്ട് പോകും. അപ്പോൾ ഓബദ്ന്യാവിന് ഉറപ്പുണ്ട്, ഏലിയാവിനെ കുറിച്ചുള്ള തമ്പുരാന്റെ പദ്ധതി മണ്ണിൽ നിറവേറപ്പെടുന്നിടം വരെ ആഹാബും അവന്റെ സൈന്യവും എവിടെല്ലാം അരിച്ചു പെറുക്കിയാലും ഏലിയാവിനെ കിട്ടില്ലെന്ന് ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ, അഭിഷക്തന്മാർ ആത്മാവിൽ കത്തി വിളിച്ചു പറ, എന്നെ കുറിച്ചുള്ള എൻ്റെ തമ്പുരാന്റെ പദ്ധതി ഈ മണ്ണിൽ നിറവേറപ്പെടുന്നിടം വരെ ഒരു പൈശാചിക ശക്തികൾക്കും എന്നെ തകർക്കാൻ സാധ്യമല്ല. ആത്മാവിൽ തൻ്റെ ഇടത്തോടെ അത് വിളിച്ചു പറയാൻ കൃപയും അഭിഷേകവും ഉള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാ. അപ്പോൾ ഓബദ്ന്യാവ് പറഞ്ഞൊരു പദമായ എൻ്റെ ചിന്ത, അങ്ങേ ദൈവം എടുത്തുകൊണ്ട് പോകും, എവിടെങ്കിലും കൊണ്ടുപോയി ആക്കും. ഇവിടെ വരുമ്പോൾ ആഹാബ് അങ്ങേ കാണുകയില്ല, എന്നെ എന്നിട്ട് ആഹാബ് കൊല്ലും. പക്ഷെ ഞാൻ ആരാന്നറിയാവോ? എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറയണം, ഞാൻ ബാല്യം മുതൽ യഹോവ ഭക്തനാണ്. ഇപ്പൊ എവിടെ ഉദ്യോഗം? ആഹാബിന്റെ കൊട്ടാരത്തില്ല. എങ്ങനുണ്ട് ആഹാബിന്റെ കൊട്ടാരം? 850 കള്ളപ്രവാചകന്മാർ, അധാർമികത കൊടികുത്തി വാഴുന്ന, അശുദ്ധി പ്രളയം പോലെ ഒഴുകുന്ന, പാപം സ്വൈര്യ വികാരം നടത്തുന്ന ആഹാബിന്റെ കൊട്ടാരത്തിനകത്ത് ബാല്യം മുതൽ യഹോവ ഭക്തൻ ആയി വന്നിട്ടും ആ ഭക്തനായ
കൊട്ടാരത്തിനകത്ത് പാർത്തിട്ടും ആ ഉദ്യോഗത്തിൽ ജോലി ചെയ്തിട്ടും ആ അശുദ്ധിയൊന്നും തന്നെ സ്വാധീനിക്കാൻ, ആ പൈശാചിക ശക്തികൾ തന്നെ കീഴടക്കാൻ ഓബദ്യാവ് അനുവദിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, ഹോസ്റ്റലിൽ ഭക്തരായി ജീവിക്കാം, വീട്ടിൽ ഭക്തരായി ജീവിക്കാം, ഏതു രാജ്യത്തും ഭക്തരായി ജീവിക്കാം, ഏത് ജോലിയിലും ഭക്തരായി ജീവിക്കാം, ഏത് ഉദ്യോഗത്തിലും ഭക്തരായി ജീവിക്കാം. ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ, സാഹചര്യങ്ങളെ പഴിചാരി ആത്മീകതയോട് വിട പറയാതെ, പാപത്തെ താലോലിക്കാതെ ഇന്ന് രാത്രി സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാൻ കൃപ തരണമെന്ന് ആത്മാവിൽ സടകുടഞ്ഞു പ്രാർത്ഥിക്കുന്ന എത്ര അഭിഷക്തന്മാർ, എത്ര ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. അവരുടെ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാ. അപ്പൊ ഹന്നായുടെ രണ്ടാമത്തെ പ്രത്യേകത, ഒരു സ്തോത്രം പറഞ്ഞ എൻ്റെ ഉള്ളിൽ വന്നേ. പാപം പ്രളയം പോലെ ഒഴുകുന്ന, അധാർമികത കൊടികുത്തി വാഴുന്ന, ഭക്തിയെ ആദായ സൂത്രമാക്കുന്ന, ആത്മീകത വ്യാപാരമാക്കി മാറ്റിയ വല്ലാത്ത കാലത്ത്, വല്ലാത്ത ആലയത്തിൽ അതൊന്നും അവളെ സ്വാധീനിച്ചില്ല. അതൊന്നും അവളെ ഭക്തിയിൽ നിന്നും ആത്മീകതയിൽ നിന്നും പിറകോട്ട് വലിച്ചില്ല. ഞാൻ വെറുതെ ഇത് പറയുന്നതല്ല. ദൈവസഭ അഭിമുഖീകരിക്കുന്ന കാലവും അതിൽ നിന്നും വ്യത്യസ്തമല്ല. ഭക്തി കൊണ്ട് എന്ത് ഗുണമെന്നും ആത്മീകത കൊണ്ട് എന്ത് ഗുണമെന്നും, ഇതാണോ ആത്മീകതയെന്നും നമ്മുടെ തലമുറകൾ തമ്മിൽ ചോദിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലൂടെ ആധുനിക പെന്തക്കോസ് കടന്നു പോകുമ്പോൾ ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയുകയാണ്, പെന്തക്കോസ് നന്നായിട്ട് നന്നാകാൻ ഇരിക്കരുത്. നന്നായാലും നന്നായില്ലെങ്കിലും ഞാൻ അറിഞ്ഞ സത്യം സത്യമാണെന്നും ഈ മാർഗത്തിലൂടെ അല്ലാതെ എനിക്ക് നിത്യതയിൽ എത്താൻ കഴിയില്ലെന്നും തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി ധന്യമായ ഒരാത്മിക ജീവിതം നയിക്കാൻ എനിക്ക് കൃപ തരണമെന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മൂന്നാമത്തെ ഒരു ചിന്ത കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. എന്തായി ഹന്ന? ആലയം വിട്ടുപിരിയാതെ പ്രാർത്ഥിച്ച്. എന്തേ ആലയം വിട്ടുപിരിയാതെ ഉപവസിച്ച്? എന്താ ഈ ആലയം വിട്ടുപിരിയാതെ രാവും പകലും ആരാധിച്ച്? വീട്ടിലിരുന്നാലും പ്രാർത്ഥിക്കരുതോ? ഒരു സ്തോത്രം ഒന്ന് പറ. വീട്ടിലിരുന്നാലും പ്രാർത്ഥിക്കരുതോ? വീട്ടിലിരുന്നാലും ഉപവസിക്കരുതോ? വീട്ടിലിരുന്നാലും ആരാധിക്കരുതോ? ഉവ്വ്. പക്ഷെ ആലയം വിട്ടു പിരിയാതിരിക്കാൻ കാരണം, സത്യം പറയാം, അല്പമെങ്കിലും ചിന്തിക്കുന്ന ഒരാളും അവിടെ ജീവിക്കുകയില്ല. എങ്ങനെങ്കിലും ജീവനും കൊണ്ട് ഓടാനേ നോക്കുള്ളൂ. പക്ഷെ ഹന്ന പിടിച്ചു നിന്നു. ഒരു നല്ല ആമേൻ പറ. ഹന്ന പിടിച്ചു നിന്നു. രാത്രി ദൈവാത്മാവ് പറയാ, പിടിച്ചു നിൽക്കേ. തളർന്നു പോകാതെ ഇരുന്നാൽ നീ തക്ക സമയത്ത് കൊയ്യും. ഇന്ന് രാത്രി ചില അഭിഷക്തന്മാരോട് കർത്താവ് വചനത്തിൽ കൂടെ ദൂത് പറയുക, പിടിച്ചു നിൽക്ക്. ഇട്ടെറിഞ്ഞു പോകാൻ തോന്നും കേട്ടോ, പക്ഷെ പോകരുത്, പിടിച്ചു നിൽക്ക. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ടെന്ന് ഇന്ന് രാത്രി KJ തോമസ് അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ദൈവാലോചന കൈമാറുന്നു. അതരം തുറന്ന് വിശ്വാസത്താൽ ആ വാക്കിന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇട്ടെറിഞ്ഞു പോകരുത്, പിടിച്ചു നിൽക്കുക. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. അവൾ പിടിച്ചു നിൽക്കാൻ ഒരു കാരണമുണ്ട്. ആലയത്തിൽ പ്രാർത്ഥിക്കാൻ, ആലയത്തിൽ ഉപവസിക്കാൻ, ആലയത്തിൽ ആരാധിക്കാൻ, ആലയം വിട്ടുപിരിയാതിരിക്കാൻ ഒരു കാരണമുണ്ട്. ഒരു വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരാം. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തേ.
മലാക്കി തൻ്റെ പ്രവചനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഒരു സുന്ദര വാഗ്ദത്തത്തോടു കൂടിയാ. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവുണ്ടല്ലോ, നിങ്ങളുടെ നിയമദൂതനുണ്ടല്ലോ, പെട്ടെന്ന് പ്രത്യക്ഷനാകും. എവിടാ പ്രത്യക്ഷനാകുന്നത്? തൻ്റെ മന്ദിരത്തിലാ പ്രത്യക്ഷനാകുന്നത്, തൻ്റെ ആലയത്തിലാ പ്രത്യക്ഷനാകുന്നത്. ഇട്ടെറിഞ്ഞു ഹന്ന ഇത്ര വില കൊടുത്ത് ആലയത്തിൽ പ്രാർത്ഥിക്കാൻ കാരണം എന്താണെന്നറിയാമോ? ആലയത്തിൽ ഉപവസിക്കാൻ കാരണം എന്താണെന്നറിയാമോ? രാവും പകലും ദൈവത്തെ ആരാധിച്ച് കാത്തിരിക്കാൻ കാരണം എന്താണെന്നറിയാമോ? എൻ്റെ കർത്താവ് വരും, എൻ്റെ നിയമകർത്താവ് വരും. അവൻ പെട്ടെന്ന് വരും. എവിടേക്ക് വരും? ഈ ആലയത്തിലേക്ക് വരും. ഈ ആലയത്തിലേക്ക് പെട്ടെന്ന് പ്രത്യക്ഷനാകുന്ന എൻ്റെ കർത്താവിനെ, നിയമകർത്താവിനെ എനിക്ക് കാണണം. അതായിരുന്നു അവളുടെ ഉദ്ദേശ്യം. കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാം. പ്രിയരേ, ആ കാത്തിരിപ്പ് വിഫലമായോ? അവൾ ആ കർത്താവിനെ കണ്ടില്ലേ? ഒന്ന് സ്തോത്രം ചെയ്തേ. നിയമദൂതനെ കണ്ടില്ലേ? അവിടെ കൂടി നിന്നവരോടെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് പ്രവചനം പറഞ്ഞില്ലേ? പറഞ്ഞു. കാത്തിരിപ്പ് വിഫലമായില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയുക, എന്താ ഇത് ഇട്ടേച്ചു പോകാത്തത്? എന്തേ ആത്മീകതയുടെ നടുവിൽ, ഭക്തിയുടെ കപട വേഷധാരികളുടെ നടുവിൽ എന്തേ മനസ്സ് മടുത്ത്, ഹൃദയം ക്ഷീണിച്ച് വന്നിടത്തേക്ക് തന്നെ മടങ്ങിപ്പോകാതെ ഇതിനകത്ത് പിടിച്ചു നിൽക്കുന്നത്? പിടിച്ചു നിൽക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഏതാണ് കാരണമെന്നറിയാമോ? എബ്രായർ 10:23 ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറ. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ, എല്ലാവരും കരവും ശബ്ദവും ഉയർത്തി ഒരുമിച്ചൊന്ന് വിളിച്ചു പറ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ഏതാണ് വാഗ്ദത്തം? എബ്രായ ലേഖനം 10:37. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് എല്ലാവരും അധരങ്ങൾ തുറന്ന് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് ആരവാരത്തോടെ പറ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പോകുന്നു. ക്രിസ്തുവിൽ മരിച്ച കോടാനുകോടി വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ കല്ലറകളെ ഭേദിച്ച് കുഴിമാടങ്ങളെ പിളർന്ന് ഉയർത്തെഴുന്നേറ്റ് വരാൻ പോകുന്നു. ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി അഭിഷക്തന്മാരെ, ഇന്ന് രാത്രി ദൈവമക്കളെ, കുഴഞ്ഞു പോകരുതേ, ക്ഷീണിച്ചു പോകരുതേ, അനാത്മീകത കണ്ട് മനസ്സ് മടുക്കരുതേ, ഹൃദയം കൊണ്ട് പോലും ഇന്ന് രാത്രി പിറുപിറുക്കരുതേ. പിടിച്ചു നിൽക്കുക, പിടിച്ചു നിൽക്കുക. യേശു മടങ്ങി വരുന്നു. നമ്മുടെ വാഗ്ദത്തം നിറവേറാൻ പോകുന്നു. യേശു കർത്താവ് മടങ്ങി വരുന്നു. ആ ഉറപ്പുള്ള ദൈവമക്കൾ ഒരു 30 സെക്കൻഡ് കൂടെ ആ കരമടിച്ച് അന്യഭാഷയിൽ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. കയറിപ്പോൾ മുൻപോട്ട് കടന്നു വരും. ഹല്ലേലൂയ. ഒരു പ്രത്യാശയുടെ ഗീതം ഇന്ന് രാത്രി, ഒരു പ്രത്യാശയുടെ ഗീതം ഇന്ന് രാത്രി നാം ഒരുമിച്ചൊന്ന് ചേർന്ന് പാടാൻ പോകുകയാണ്. നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. ആ തിരിച്ചറിവുള്ള ദൈവമക്കൾ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കാലത്തിന്റെ ചുവരെടുത്ത് വായിക്കുന്ന കാലഘടികാരത്തിന്റെ മണിനാഥ ശബ്ദം ചെവിത്തടത്തിൽ മുഴങ്ങുന്ന ദൈവത്തിന് സ്തോത്രം. ലോക മേഖലയിൽ മാത്രമല്ല, ജാതീയ മേഖലയിൽ മാത്രമല്ല, രാഷ്ട്രീയ മേഖലയിൽ മാത്രമല്ല, സഭാ മണ്ഡലത്തിൽ വിശ്വാസത്തിൽ സംഭവിക്കുന്ന അപജയങ്ങൾ പോലും എൻ്റെ കർത്താവിൻ്റെ മടങ്ങി വരവിന്റെ തെളിവാണെങ്കിൽ ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ പറ, എനിക്കൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കണം. അല്ല, ജീവനോടിരിക്കുമ്പോഴാണ് കർത്താവ് മടങ്ങി വരുന്നതെങ്കിൽ എനിക്ക് രൂപാന്തരപ്പെടണം. ആ ഉറപ്പുള്ളവരും മാത്രം ആധാരം തുറന്ന ദൈവത്തിന് സ്തോത്രം ചെയ്ത്, ആ ബോധ്യമുള്ളവർ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ ഒരു പ്രത്യാശയുടെ ഗീതം കൊയർ ചേർന്നു പാടും. ആധാരങ്ങൾ തുറന്ന് കരമടിച്ച് അന്യഭാഷയിൽ ഈ രാത്രി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും, കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ.
പ്രാപിക്കുമാ നേരത്തിൽ ജീവനൊഴി ഭൂതലെ പാർക്കും സുന്ദർ രൂപാന്തരം പ്രാപിക്കുമാ നേരത്തിൽ ഇതാ സ്വരത്തോടും അതോടും കൂടെ ഇതാ സ്വരത്തോടും അതോടും കൂടെ വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും തുല്യരാ വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും തുല്യരാ കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാം അവർക്ക് എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാം സിദ്ധന്മാരപൂർവ പിതാക്കളെല്ലാം മധ്യാകാശത്തിൽ കല്യാണാവിരുദ്ധന്മാരപൂർവ പിതാക്കളെല്ലാം മധ്യാകാശത്തിൽ കല്യാണാവിരുദ്ധത്തിൽ ക്ഷണിക്കപ്പെട്ടു മന്ദിയിരിക്കുമ്പോൾ ക്ഷണിക്കപ്പെട്ടു മന്ദിയിരിക്കുമ്പോൾ അബോധമായി പാടും അബോധമായി പാടും അബോധമായി പാടും ശാലേമിന്ദിരം അബോധമായി പാടും അബോധമായി പാടും അബോധമായി പാടും ശാലേമിന്ദിരം രാജത്വം പ്രാപിച്ചുതൻ ഭൂതലത്തിൽ 1000 അണുവളം വന്നിടുമ്പോൾ രാജത്വം പ്രാപിച്ചുതൻ ഭൂതലത്തിൽ 1000 അണുവളം വന്നിടുമ്പോൾ ശത്രുവസതാനെ ബന്ധിച്ചിടുന്നു ശത്രുവസതാനെ ബന്ധിച്ചിടുന്നു വാണിടും ഭൂമി വാണിടും ഭൂമി വാണിടും ഭൂമിയിൽ രാജാതിരാജൻ വാണിടും ഭൂമി വാണിടും ഭൂമി വാണിടും ഭൂമിയിൽ രാജാതിരാജൻ കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാവർക്ക് എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാവർക്ക് സിദ്ധന്മാരപൂർവ പിതാക്കളെല്ലാം മധ്യാകാശത്തിൽ കല്യാണാവിരുന്നിൽ സിദ്ധന്മാരപൂർവ പിതാക്കളെല്ലാം മധ്യാകാശത്തിൽ കല്യാണാവിരുന്നിൽ ക്ഷണിക്കപ്പെട്ടു പന്തിയിരിക്കുമ്പോൾ ക്ഷണിക്കപ്പെട്ടു പന്തിയിരിക്കുമ്പോൾ അബോധമായി പാടും അബോധമായി പാടും അബോധമായി പാടും ശാലേമിന്ദിരം 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 അബോധമായി പാടും അബോധമായി പാടും അബോധമായി പാടും ശാലേമിന്ദിരം